2024 എലക്ഷൻ, പാർലമെൻറ്റ് എലക്ഷൻ, അതായത് 6ാമത്തെ ഫേസ് കഴിഞ്ഞു. ലാസ്റ്റ് ലാപ്പ്, അതായത് 7ാമത്തെ ഫേസിലോട്ട് പോകുന്നു. ഈ ആഴ്ചയോടുകൂടി അത് തീരും. അടുത്ത മാസം 4-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരും. കഴിഞ്ഞ 2 ദിവസമായിട്ട് കോൺഗ്രസിൻ്റെ പല സീനിയർ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്താണ് അവരുടെ പ്രതീക്ഷ എന്ന്. ചില നേതാക്കൾ പറഞ്ഞ ചില ക്രൂഷ്യൽ പോയിൻ്റ്, അതാണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സീനിയർ നേതാവ് പറഞ്ഞത്, കോൺഗ്രസ്സിന് കൂടി വന്നു കഴിഞ്ഞാൽ 50 or 60 സീറ്റ്, അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ അതിനെ അടിസ്ഥാനപരമായിട്ട് പുള്ളി പറഞ്ഞത്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തേർഡ് പാർട്ടിയെ വെച്ച്, ഒരു തേർഡ് സോഴ്സിനെ വെച്ച് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സർവേ നടത്തി. അത് അതിൻ്റെ അകത്ത് കുറച്ച് കോർപ്പറേറ്റ്സ് ആണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അത് വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ എന്ന് പറയാം, അല്ലെങ്കിൽ ചില കോർപ്പറേറ്റ്സ് നടത്തിയ ഒരു ഇൻഡിപെൻഡൻ്റ് സർവേ ആണ്. അപ്പോൾ ആ സർവേക്കകത്ത് പറയുന്നത്, ഏകദേശം ഇന്ത്യയിൽ 6000-ൽ പരം സിറ്റികളുണ്ട്. സിറ്റികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എയർപോർട്ടുള്ള സിറ്റികൾ മാത്രമല്ല. ഇപ്പോൾ കൊല്ലം എയർപോർട്ടില്ല. അപ്പോൾ അതേപോലെയുള്ള ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സ്, സിറ്റികൾ, അതായത് ഇപ്പോൾ പാലക്കാട് ഒരു സിറ്റിയാണ്. അപ്പോൾ അത് പാലക്കാടിനടുത്തുള്ള മണ്ണാർക്കാട് അതൊരു സിറ്റിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള മഞ്ചേരി ഒരു സിറ്റിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഇന്ത്യയിലെ 6000-ൽ പരം സിറ്റികളിൽ ഈ സർവേ ഏകദേശം നല്ലപോലെ സാമ്പിൾ എടുത്തു. ഇപ്പം ഇവിടെയുള്ള സാമ്പിളിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ജനങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് 18-നും 35-നും ഇടയ്ക്കുള്ള പുതിയ വോട്ടേഴ്സ്, അതായത് ന്യൂ ജനറേഷൻ വോട്ടേഴ്സ്, ഇവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് നരേന്ദ്രമോദി മാത്രമാണ്, BJP അല്ല. BJPയോട് ഈ പറയുന്ന പോലെ താല്പര്യമൊന്നും വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയോടാണ് ഈ താല്പര്യം കാണിക്കുന്നത്. അവർ പറയുന്നത്, ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ അതിനെ നേരിടാൻ നരേന്ദ്രമോദിക്ക് കഴിയുകയുള്ളൂ. അതായത് ഇന്നത്തെ ഡിജിറ്റൽ ജനറേഷൻ ആണെങ്കിലും ഡിജിറ്റൽ വാർത്തകളാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒക്കെ പ്രസക്തിയാണ് ഈ സിറ്റികളിൽ നമ്മൾ ഈ കാണുന്നത്. അതാണ് ആ സർവേക്കകത്ത് പറയുന്ന ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റ്. അപ്പം അവർ പറയുന്നത് 28 പാർട്ടിയുള്ള ഒപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇവരൊക്കെ രാഹുൽ ഗാന്ധിയെ ഒരു ബഫൂണായിട്ട് മാത്രമാണ് കാണുന്നത്. രാഹുൽ ഗാന്ധിക്ക്, അതായത് മനസ്സിലാക്കണം, കേരളത്തിലെ പല കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധി വലിയ സംഭവമായിട്ട് കണക്കാക്കുമ്പോഴും ഇന്ത്യയിലെ സിറ്റികളിൽ, അതായത് 6000-ൽ പരം സിറ്റികളിൽ രാഹുൽ ഗാന്ധിക്ക് 1% പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 50-60 സീറ്റിൽ മാത്രമേ കോൺഗ്രസ് വരികയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം സിറ്റികളിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും, അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിലെ സിറ്റികളിൽ കൂടിയാണ് BJP കടന്നു വരുന്നത്, പിന്നീടാണത് ഗ്രാമത്തിലോട്ട് പോകുന്നത്. അപ്പം ഇന്ത്യയിലെ സിറ്റികളിൽ ഒരു ടോക്കുണ്ട്, അതാണ് വളരെ ഫാസ്റ്റായിട്ട് ഡിജിറ്റലിൻ്റെ ഒരു സംഭവം. അതാണ് ഈ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത് മനസ്സിലാകാത്തത്. അവർ പറയുന്നത്, ഇപ്പം പാകിസ്ഥാനിലെ പ്രതിപക്ഷവും അവിടുത്തെ ഭരണപക്ഷവും അവിടുത്തെ പൊളിറ്റീഷ്യൻസും പറയുന്നു, മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ അവർക്ക് വേണം. പഴയ കഥ പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണെങ്കിലും അവർക്കും ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യണം. ഇതൊക്കെ ആ സംഭവങ്ങൾ വരെയാണ് ഇന്ത്യയിലെ സിറ്റികളിലും ഗ്രാമങ്ങളിലും, അതായത് മനസ്സിലാക്കണം, ഗ്രാമങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അത്രമാത്രം ഫാസ്റ്റ് ഫേസ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെയാണ് അവർ പറയുന്നത് അവർക്ക് പ്രതീക്ഷ
ഇന്നത്തെ ഒരു ലോകത്ത് അവർക്ക് പ്രതീക്ഷ നരേന്ദ്രമോദിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ പ്രധാനപ്പെട്ട പലതും നല്ലത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, റോഡുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, റെയിൽവേ മാറ്റാൻ ശ്രമിക്കുന്നു, ഗ്രാമങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ ഗ്രാമങ്ങളിൽ അവർക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ ഗ്യാസിൻ്റെ കണക്ഷൻ, അതേപോലെ തന്നെ ഈ വീട്, ഏകദേശം 15 കോടിയോളം വീടുകളാണ് പക്കാ വീടുകൾ ഉണ്ടാക്കി കൊടുത്തത്. അതേപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നു. ഇതൊരു വലിയ സംഭവമാണ്. അതേപോലെ അവരുടെ വീടുകളിൽ ഇലക്ട്രിസിറ്റി വന്നു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം ഈ ഗ്രാമങ്ങളിലോട്ടുള്ള റോഡുകൾ നന്നായി. ഈ കർഷകർക്ക്, അധികം പേര് കർഷകരും തൊഴിലുമൊക്കെയാണ്, അപ്പം ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായി. അതായത് അവരുടെ സാധനങ്ങൾക്ക് മാർക്കറ്റിൽ വില കിട്ടാൻ തുടങ്ങി. ഇത് വലിയ ഘടകമായി മാറി. അതാണ് ഈ ഗ്രാമങ്ങളിൽ മോദി ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറിയത്. പിന്നെ ഈ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഈ നാഷണൽ സെക്യൂരിറ്റി വലിയ ഇഷ്യൂ ആണ്. അവരീ പറയുന്ന പാകിസ്ഥാൻ ഒന്നുമല്ലാതായി മാറി മോദിയുടെ ഭരണത്തിൽ. ഇന്ത്യയിലെ സുരക്ഷിതത്വം, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്താണെന്നുള്ള സുരക്ഷിതത്വം അവർക്ക് പൂർണ്ണമായിട്ടും കിട്ടി. അല്ലെങ്കിൽ ഈ ബോംബ് ബ്ലാസ്റ്റും പ്രശ്നവും അതും ഇതുമൊക്കെയാണ്. അപ്പം ഈ എല്ലാ ഫാക്ടേഴ്സും വെച്ചാണ് ഈ സർവേയിലും ഈ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഏകദേശം 350-370 സീറ്റ് BJP അലയൻസിന് കിട്ടാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള നടക്കുന്നതെല്ലാം ഗിമിക്സ് ആണ്. കുറച്ച് പ്രകടനം നടന്ന് കുറച്ച് ആൾക്കാർ വന്നു, ഇതിലൊന്നും വോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. അതായത് പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അതാണ് പുതിയ ജനറേഷൻ്റെ ഏറ്റവും വലിയ സംഭവം. പക്ഷെ അവരുടെ പ്രതീക്ഷ മോദിയാണ്. മോദി ഇന്ത്യയെ മാറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്കിവിടെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇതാണ് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നത്. ഇത് ഇത്രയും പറയാനുണ്ടെങ്കിൽ ഞാനൊരു 5-6 പേരോട് ചോദിച്ചു, കോൺഗ്രസ് നേതാക്കൾ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നല്ലോ. അവർ പറയുന്നത് ഇതൊക്കെ ചുമ്മാതെ വെറുതെ തട്ടിവിടുന്ന സംഭവങ്ങളെന്നല്ലാതെ രാഹുൽ ഗാന്ധിക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കുറച്ച് പ്രകടനവും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും വരുന്നു എന്നല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബേസിക്കലി എലക്ഷൻ്റെ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞതിൻ്റെ കാര്യം പറയുന്നത്, ഒന്നാമത് നല്ല ചൂട്, രണ്ടാമത് ആളുകൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തു മോദിയാണ് വരുന്നത്, ഇനി വോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് 2019 ഒരു മോദി തരംഗം വല്ലാതെ കയറി അടിച്ചിട്ടുണ്ട് 2024. അതാണ് ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്.